ഉത്തമഗീതം അദ്ധ്യായം 7. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ആനന്ദം പോലെ ഇറങ്ങി വരുന്ന ശൂന്യകാരിയിൽ നിങ്ങൾ എന്ത് കാണും? പാളയങ്ങളിലെ സന്തോഷാരവം പോലെ തന്നെ ഒരുങ്ങി വരുന്ന പുത്രിയെ, ചെരുപ്പിട്ടിരിക്കുന്ന നിന്റെ കാലുകൾ എത്ര മനോഹരം! ശില്പിയുടെ കൈപ്പണിയായ ആഭരണതുല്യമാണ് നിന്റെ നിതംബം. നിന്റെ നാഭിയാകട്ടെ വൃത്താകൃതിയിലുള്ള പാനപാത്രം പോലെയുമാകുന്നു. അവിടെ കലർത്തിയ വീഞ്ഞിന് കുറവില്ലാതിരിക്കുന്നു. ലിലി പുഷ്പങ്ങൾക്ക് നടുവിൽ കൂട്ടിയിരിക്കുന്ന കോതമ്പ് കൂമ്പാരം പോലെയാണ് നിന്റെ ഉദരം. നിന്റെ ആസ്തനങ്ങൾ രണ്ടും ശൂശാനുകൾക്കിടയിൽ മേയുന്ന ഇരട്ട പിറന്ന 2 മാൻകുട്ടികൾക്ക് തുല്യം. നിന്റെ കണ്ഠമാകട്ടെ ദന്തഗോപുരം പോലിരിക്കുന്നു. നിന്റെ കണ്ണുകൾ ബത്സാഗിരിയുടെ വാതിലിന് സമീപമുള്ള കുളങ്ങൾ പോലെയും നിന്റെ മൂക്ക് ദമസ്കോസിനു നേരെയുള്ള ലെബാനോന്റെ ഗോപുരം പോലെയും ഇരിക്കുന്നു. നിന്റെ ശിരസ് കർമ്മേൽ പോലെ, നിന്റെ പിന്നിയ തലമുടി രാജാവിന്റെ ബന്ധിതമായ രക്താംബരം പോലെ തന്നെ. സുഖഭോഗങ്ങളിൽ പ്രിയേ, നീ എത്ര സുന്ദരി, എത്ര സന്തോഷദായിക! നിന്റെ ഈ ഉയരം പന പോലിരിക്കുന്നു. നിന്റെ സ്തനങ്ങൾ കുലകൾ പോലെയും. ഞാൻ പനമേൽ കയറും, ഞാൻ അതിൻ്റെ ശിഖരങ്ങളിൽ പിടിക്കും. നിന്റെ കുജങ്ങൾ മുന്തിരിക്കുലകൾ പോലെ തന്നെ. നിന്റെ മൂക്കിൻ്റെ വാസനയോ നാരങ്ങയുടേതുപോലെയും. നിന്റെ അധരം നല്ല മേൽത്തരമായ വീഞ്ഞിനു തുല്യം. എൻ്റെ പ്രിയന് നേരെ എൻ്റെ അധരങ്ങളും പല്ലുകളും ചലിപ്പിച്ചു കൊണ്ടുപോകുന്നു. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, അവൻ്റെ നോട്ടമെല്ലാം എന്മേലാകുന്നു. എൻ്റെ പ്രിയനെ, വരൂ, നമുക്ക് വയലിലേക്ക് പോകാം. നമുക്ക് ഗ്രാമത്തിൽ രാത്രി കഴിച്ചു കൂട്ടാം. അതിരാവിലെ എഴുന്നേറ്റ് തോട്ടത്തിൽ പോയി മുന്തിരിപ്പൂവിട്ടുവോ, തളിർത്തുവോ, മാതളനാരകം പൂവിട്ടുവോ എന്ന് നോക്കാം. അവിടെ വച്ച് ഞാൻ നിനക്കെൻ്റെ മാർവിടം തരാം. ദൂതായിപ്പഴം സുഗന്ധം വീശുന്നു. നമ്മുടെ വാതിൽക്കൽ പഴയതും പുതിയതുമായ സർവ്വവിധ മധുരഫലങ്ങളുമുണ്ട്. നിനക്കായി അവ ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.